പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നു രാവിലെ തിരുവനന്തപുരത്ത് 5 ട്രെയിനുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നവരിൽ തൃശൂർകാരുമുണ്ടാവും. അവരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു തൃശൂർ ഗുരുവായൂർ പാസഞ്ചറാണ് മോദി ഉദ്ഘാടനം ചെയ്യുന്ന 5 ട്രെയിനുകളിൽ ഒന്ന്. കോവിഡ് കാലത്ത് നിർത്തിവെച്ച ഈ ട്രെയിൻ വർഷങ്ങൾക്കു ശേഷമാണ് വീണ്ടും സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരത്തെ ഉദ്ഘാടനം കഴിഞ്ഞാൽ 10:45 തൃശൂരിൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി വി സോമണ്ണ പച്ചക്കൊടി വീശി ഗുരുവായൂരിലേക്ക് യാത്രയാക്കും. 10:50 പൂങ്കുന്നം സ്റ്റേഷനിൽ വരവേൽപ്പ് നൽകും. തുടർന്ന് 11:20 ഗുരുവായൂരിലെത്തും. ഉദ്ഘാടന ദിവസത്തെ മാത്രം യാത്രയാണിത്. ദിവസവും വൈകിട്ട് 2 സർവീസാണ് ട്രെയിനിനുള്ളത്. വൈകിട്ട് 6:10 ഗുരുവായൂരിലേക്ക് പോകുന്നത്. രാത്രി 8:10 ഗുരുവായൂരിൽ നിന്ന് മടക്കം. നേരത്തെ സർവീസ് നടത്തിയിരുന്നപ്പോൾ 5:10 ഗുരുവായൂരിലേക്ക് പോയിരുന്നത്. ഗുരുവായൂരിൽ നിന്നും 7:10 മടങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സമയക്രമം തങ്ങൾക്ക് അസൗകര്യമാണെന്ന് ചില സർക്കാർ ജീവനക്കാരുടെ പരാതി. എന്നാൽ പുതിയ സമയക്രമം ഏറെ സൗകര്യമാണെന്നാണ് ഗുരുവായൂരിന് സമീപ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന സർക്കാർ സ്വകാര്യ ജീവനക്കാർ പറയുന്നത്. തൃശൂരിൽ നിന്നുള്ള മടക്കയാത്ര കുറച്ചുകൂടി നേരത്തെയാക്കണമെന്ന അഭിപ്രായവും ചിലർക്കുണ്ട്. റെയിൽവേ ബോർഡാണ് സമയക്രമം തീരുമാനിക്കുന്നത്. തൃശൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പാസഞ്ചറിലെ യാത്രാക്കൂലി വെറും 10 രൂപയാണ്. എന്നാൽ ബസ്സിൽ 35 രൂപ നൽകണം. ഇതുമാത്രമല്ല, ഗതാഗത കുരുക്കിൽപ്പെട്ട് സമയവും ഏറെ നഷ്ടമാകും. ഇതും പാസഞ്ചറിനെ ജനപ്രിയമാക്കുന്നുണ്ട്. പുലർച്ചെ ഗുരുവായൂരിലെത്തി രാത്രി 11:15 പോകുന്ന തിരുവനന്തപുരം എഗ്മോർ എക്സ്പ്രസ് ആണ് പാസഞ്ചറായി ഓടിക്കുന്നത്. നേരത്തെ പകൽ മുഴുവൻ ഈ ട്രെയിൻ വെറുതെ കിടക്കുകയായിരുന്നു. ട്രെയിനിന്റെ AC കോച്ചുകൾ അടച്ചിട്ടാണ് പാസഞ്ചറായി ഓടിക്കുന്നത്. അതേസമയം തിരുവനന്തപുരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നടപ്പാക്കേണ്ട പദ്ധതികൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മേയർ വി രാജേഷ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ തിരുവനന്തപുരത്തിന്റേതായിട്ടുള്ള നിരവധി കാര്യങ്ങളും സാധ്യതകളും അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കൗൺസിലർമാരോട് അവരുടെ വാർഡുകളിൽ വികസന സഭകൾ നടത്തി അതിന്റെ റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിരുന്നു. ക്രെഡായി IMA RCC ഡയറക്ടർ, കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, തിരുവനന്തപുരം വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില വ്യക്തികളുമായും സംഘടനകളുമായും TP ശ്രീനിവാസൻ, വിജയരാഘവൻ തുടങ്ങിയവരുമായും ചർച്ച നടത്തി നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഔദ്യോഗിക വികസന സെമിനാർ ഉടൻ നടത്തേണ്ടതായിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിൽ ചില കോൺക്ലേവുകൾ നടത്താനും പദ്ധതിയിട്ടിട്ടുണ്ട്. പദ്ധതികൾ നടപ്പിലാക്കി വിജയിച്ച മേയർമാർ, ഉദ്യോഗസ്ഥർ, വിദഗ്ധർ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും കോൺക്ലേവുകൾ സംഘടിപ്പിക്കുക. ഡ്രെയിനേജ് സംവിധാനം, കുടിവെള്ള പ്രശ്നം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കണം. കുടിവെള്ള പദ്ധതിക്കായി 1000 കോടി രൂപ ചിലവഴിച്ച് 4 പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ മാത്രമേ തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. മാലിന്യ നിർമ്മാർജ്ജനവും അതുപോലെ തന്നെയാണ്. അതിനാൽ കൂടുതൽ കോൺക്ലേവുകൾ, ചർച്ചകളും നടത്തേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ ഇന്ന് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മേയർ പറഞ്ഞു. ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വാങ്ങണം. അതിനുശേഷം മാത്രമേ ആധികാരികമായി പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പറ്റുകയുള്ളൂ എന്നും മേയർ വ്യക്തമാക്കി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MR ഗോപൻ, കരമന അജിത്, സത്യവതി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.